ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങി. എല്ലാ സുഹൃത്തുക്കളും ഏറ്റവും അനുഗ്രഹമായി ചെയ്യുവാനും എല്ലാ ഹൃദയങ്ങൾക്കും ഭാഗപ്പെട്ടതായ ആശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെയുടെ സ്നേഹിക്കുന്നതായ ജോൺ ഫിൽഫോറുകൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നാമത്തിലെ ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് നിയന്ത്രിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ വാത്സല്യ പ്രിയ സഹോദരനെ തിരുസന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ചല്ലോ. കർത്താവ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ കർത്താവ് ഈ ബോഡിയുമായിട്ട് മസ്കറ്റിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുവാനൊക്കെ ഒന്ന് കർത്താവ് സഹായിച്ചതുകൊണ്ട് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി തരേണ്ടതിനായിട്ട് പ്രത്യേകം ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു.
ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കർത്താവിൽ ചാകുന്നവരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും സഹോദരി സഹോദരന്മാരെയും പിതാവിനെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം വിശ്വസ്തൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ വിശ്വസ്തനായ ദൈവമേ, അവിടെ നീ കുടുംബത്തെയും കർത്താവെ അവിടെ പരിപാലിക്കേണ്ടതിനായി കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കുമായി സ്തോത്രം. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ എല്ലാവിധമായ ആശ്വാസങ്ങളും സമാധാനങ്ങളും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും തുടർന്നുള്ള യാത്രയോടും സൂക്ഷികളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരും വണ്ടി കാണാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം
കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അങ്ങേ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായ സ്തോത്രം. ഭൂമിയെയും ഭൂമി നിർമ്മിച്ച മുമ്പേ അങ്ങ് അനാദിയായി ശാശ്വതമായും ദാസന്റെ നാമത്തിന് വേണ്ടി കാണിച്ച നന്മകളും മറന്നു കളയുവാൻ അങ്ങ് അനീതിയുള്ള ദൈവമല്ലാത്തവരായി സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ ഇനി ഒരു ജയത്തോടെ നടത്തണമേ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഇത് മക്കളെ ജയോത്സവമായി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്ന പിതാവില്ലെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങൾക്ക് പിതാവായി കർത്താവുള്ളതിനായി പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്നവന് എടുക്കാനും അധികാരമുണ്ട്, കുശവന് കളിമണ്ണിൽ മേൽ അധികാരമുള്ളത് പോലെ കർത്താവെ അങ്ങേക്ക് ഞങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, അങ്ങ് ഉത്തരവുമായി ഇറങ്ങി വരുമാറാകണമേ. മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടെയുണ്ട്. പ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുടെ വലം കീഴിൽ ഞാൻ നിന്നെ താങ്ങും. തീയിൽ കൂടി നടന്നാൽ തീ നിന്നെ ദഹിപ്പിക്കുകയില്ല, വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. ഞാൻ നിന്റെ പരിചയമാണ്, അതിമുഖത്തായ പ്രതിഫലമാണ്. ഞങ്ങൾ പാടിയ പാട്ടുകളും ഞങ്ങൾ കേട്ട വചനങ്ങളും വായിച്ച ദൈവത്തിന്റെ വചനവും പ്രസംഗവും ഒക്കെ ഈ ദിവസങ്ങളിലെ ധൈര്യമായി ജീവിതത്തിൽ വ്യാപരിപ്പാൻ തീരുമാനിക്കണമേ. വാതിൽ അടച്ചിരിക്കെ മുറിക്കുള്ളിൽ കടന്നു വന്ന് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ജീവിതത്തിന്റെ എല്ലാ വാതിലും അടഞ്ഞാലും അത് തുടങ്ങി നിൽപ്പാനും ആശ്വസിപ്പിക്കാനും അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ. തുറന്നിറക്കം നടക്കാം. കർത്താവിനെ ഫലമാക്കണമേ. ശിശുക്കളുടെ ദാസനെ സഹായിക്കണമേ. മൃതവനെ പോകുന്നവരെ ദൈവം ഗ്രഹിക്കണമേ. പ്രകൃതി കരുവിലുമാക്കി തരുമാറാകണമേ. സ്തെഫാനോസ് മരിച്ചു, ഭക്തിയുടെ പുഷ്പമാനടക്കം ചെയ്തു. അതിനുശേഷം മറ്റൊരു പ്രലാപം കഴിച്ചു നിൽക്കുന്ന പോലെ മാന്യമായ യാത്രയിൽ നൽകുവാൻ മക്കൾക്ക് നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തുന്ന പൊൻപുലരിയിൽ പ്രിയ സഹോദരനെ കാണാമെന്നുള്ള പ്രത്യാശകൾ വിടപാടി കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. മുഖവരകൾ കൂടാതെ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്ക് വേണ്ടി പ്രാരംഭമായിട്ട് സമയങ്ങൾ വേർതിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷയുടെ പങ്കാളികളാകുന്ന അനുഗ്രഹീതമായ ജീവദാസന്മാരെ ഓർത്തപ്പെടുത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകൾ, കേരള സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ KC തോമസ് അവറുകൾ, കേരള സംസ്ഥാനത്തിന്റെ ട്രഷററായിരിക്കുന്ന സണ്ണി മുളമൂട്ടിൽ, ഈ പ്രിയപ്പെട്ടവരെ ഓർത്തപ്പെടുത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു.
ഇന്ന് കൗൺസിൽ മീറ്റിംഗ് കൂടെ ഉള്ളത് കൊണ്ട് ഈ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാരംഭ നിമിഷങ്ങൾ വേർതിരിക്കുന്നു. ദൈവദാസന്മാർ തുടർന്ന് അല്പ വാക്കുകൾ ഇവിടെ പ്രസ്താവിക്കുന്നതായിരിക്കും. അതിനായി ദൈവദാസന്മാരെ ക്ഷണിക്കും. ദൈവനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സാബുവിന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ വാസ്തവ പ്രാർത്ഥനയും ഉമ്മനായിട്ട് സമയം ചെലവഴിക്കുകയായിരുന്നു. വളരെ ദുഃഖം ഞങ്ങൾ കൈവരിച്ചിരുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി. കർത്താവിന്റെ ഒരു ഉത്തമ സാക്ഷിയായി ഈ സഭയിലും അതുപോലെ ബോംബെയിലും അതുപോലെ മസ്കറ്റിലും താനായിരുന്ന സ്ഥാനങ്ങളൊക്കെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80. എന്നാൽ പ്രിയപ്പെട്ട സാബുവിന് ദൈവം കൊടുത്ത പ്രായം 49 വയസ്സാണ്. പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയെന്ന് പറഞ്ഞാൽ മാനുഷികമായി വളരെ വേദന തോന്നും. ദുഃഖത്തിരിക്കുന്ന തൻ്റെ കുടുംബത്തിനായി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാനിച്ചായനോട് എനിക്ക് അമേരിക്കയിൽ താമസിക്കുവാനും തന്നോടൊത്ത് പല കാര്യങ്ങൾ സംസാരിപ്പാനും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ പാസ്റ്ററിൻ്റെ കുഞ്ഞും കൂടെ അമേരിക്കയിൽ ഞാനായിരുന്ന സന്ദർഭത്തിൽ എനിക്ക് വലിയ കൈത്താങ്ങലിനും പല കാര്യങ്ങളിനെ പറഞ്ഞതിനെ എന്നെ പ്രോത്സാഹിപ്പാനിടയായിട്ടുണ്ട്. പ്രിയപ്പെട്ട തകച്ചമ്പ്രദമായ സ്തോത്രം. അതുപോലെ ഷാജിനകലാണ് സഹോദരിമാരും കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി IPC കംപ്ലീറ്റായി 7000 സ്ഥലമുണ്ടായ സഭ മൊത്തമായി IPC ജനറൽ പ്രസിഡന്റ് നാമത്തെ എപ്പിസോഡ് 7000 സഭയെ പ്രതിനിധിച്ചുകൊണ്ടുണ്ടായ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം അതുപോലെ ജനകൗൺസിലിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദുഃഖത്തിരിക്കുന്ന ഈ കുടുംബത്തെയും ബന്ധുപത്താദികളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. മനുഷ്യരെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ലോകാവസരത്തോടെ എല്ലാം നാളും കൂടിയിരിക്കാൻ പറഞ്ഞ കർത്താവ് ഈ കുടുംബത്തോട് കൂടിയിരുന്ന കുഞ്ഞുങ്ങളെ അത്ഭുതമായി ഭാവി കൊടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ അനുസരണം ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചൊല്ലുന്നു. എനിക്ക് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. കുവൈറ്റിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ 5 വർഷം പ്രിയ അനിയ കുഞ്ഞ് എന്നോടൊപ്പം അവിടെ ദൈവത്തെ ആരാധിക്കുകയുണ്ടായി. അവിടെ വിവാഹ ശുശ്രൂഷ അവിടെ നടത്താനുള്ള അവസരം എനിക്കുണ്ടായി. അമേരിക്കയിലും അവരോടൊപ്പം താമസിക്കുവാൻ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. സാബുവിനെ പല സന്ദർഭങ്ങളിൽ കാണുവാനും കൂട്ടായ്മയിൽ ലഭിക്കുവാൻ അവസരം ലഭിച്ചു. മസ്കറ്റിൽ OPയുടെ കൺവെൻഷന് ഞാൻ കടന്നില്ലായ സമയത്ത് സാബുമായി കൂടുതൽ അടുത്തിടപെടുവാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ എത്ര നാള് ജീവിച്ചിരുന്നു എന്നതിനേക്കാൾ ദൈവം കൊടുക്കുന്ന ആയുഷ്കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. 100 വയസ്സ് വരെ ഒരാൾ ദീർഘായുസ് കൊണ്ടിരുന്ന ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു ജീവൻ നയിച്ച് നിത്യനരകത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണ് 49 വർഷമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കൊടുത്തുള്ളൂവെങ്കിലും ദൈവവാക്യ എല്ലാ സ്ഥാനങ്ങളിലും ദൈവനാമത്വത്തിന് വേണ്ടി ദൈവസഭയുടെ അനുഗ്രഹത്തിനായി യുവജനങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവേൽപ്പിച്ച കൃപകൾ താലന്തുകൾ വളരെ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ച പ്രിയ സാബുവിൻ്റെ ജീവിതം ഏറ്റവും ധന്യമായ ജീവിതമാണ്. താൻ ദൈവസഭയിൽ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടെ വിശ്രമിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ വീണ്ടും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ വേർപാട് ദുഃഖത്തിൽ മുങ്ങിപ്പോകാനിടയാകാതെ കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള ദൈവകൃപ പ്രിയദാനിച്ചാലും മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് സാബുവിൻ്റെ സഹധർമ്മിണിക്കും മക്കൾക്കും എല്ലാം ദിവ്യ സമാധാനവും ദൈവകൃപയും ദൈവം നൽകട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് അരുളിച്ചത് കർത്താവ് അനാഥരായി വിടുകയില്ല. കർത്താവ് കൂടെ ഉണ്ട്, കർത്താവ് സഹായിക്കും. നമ്മുടെ കർത്താവ് എത്ര വേഗം വരും, കാഹളം ധ്വനിക്കും, കല്ലറകൾ തുറക്കപ്പെടും,
മരിച്ചവരക്ഷരായി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഉയർത്തിൽ പൊൻപുലരിൽ പ്രിയ സാഹോദര്യം നമുക്ക് വീണ്ടും കാണാം. ആ പ്രത്യാശയോടെ തുടർന്നുള്ള ശുശ്രൂഷകൾ നടക്കുവാനിടയാകട്ടെ. ദൈവം നാമം മഹിമപ്പെടട്ടെ. പ്രിയ സഹോദരനെ സംബന്ധിച്ച് ചെറുപ്രായം മുതൽ ഈ ലോക്കൽ സഭയിൽ മാത്രമല്ല കുമരാട് സെൻറ്ററിൻ്റെ PAPയുടെ സെക്രട്ടറിയായി അവിടെ നിന്നും ബോംബെയിൽ തനിക്ക് ലഭിച്ച അവസരങ്ങൾ മസ്കറ്റിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ തലങ്ങളിൽ തനിക്ക് അവസരങ്ങൾ ലഭിച്ചു അവിടെയൊക്കെ കർത്താവിൻ്റെ മഹത്വമുള്ള വേല തന്നാലാവോളം നിറവേറ്റി. കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നൽകിയ ആയുസ് പൂർത്തീകരിച്ച് ദൈവശബ്ദം കേട്ട് ദൈവസന്നിധിയിൽ ചേർക്കുവാനിടയായി. ദൈവപുരുഷനായ മോശ 90-ാം സങ്കീർത്തനം എഴുതുമ്പോൾ തൻ്റെ സഹോദരനായ ആഗരോനെ സംസ്കരിച്ചതിന് ശേഷം അതിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം മത്തിനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ ചിരിക വരുവീൻ എന്നും അരുളി ചെയ്യുന്നുവെന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. കർത്താവ് ദൈവദാസന് കൊടുത്ത ചെറിയ ആയുസ് 49 വയസ്സാണ്. അത് പൂർത്തീകരിച്ചപ്പോൾ ജീവന്റെ ഉടമസ്ഥനായ സ്വർഗത്തിലെ ദൈവം മകനെ മടക്കി വിളിച്ചു. അത് വിളിക്കുവാൻ അധികാരമുള്ള ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അത് ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. എന്തുകൊണ്ട് എന്നുള്ള അനേക ചോദ്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉരുത്തിരിയാമെങ്കിലും ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നവൻ ദൈവമാണ്. അവൻ ദോഷമൊന്നും ചെയ്യുന്ന ദൈവമല്ല. പ്രിയ സഹോദരി, പ്രിയ ഷാജി പാസ്റ്റർ, മറ്റു കുടുംബാംഗങ്ങൾ, വിശേഷിയ പ്രിയ സഹോദരൻ്റെ സഹോദരനെ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ ദൈവസന്നിധിയിൽ അനേകായിരം വിശുദ്ധന്മാരുടെ കൂടെ പ്രിയപ്പെട്ടവരെയും കാണാമെന്ന് ഞാനും പ്രത്യാശിക്കുന്നു. ഇന്ന് നദികോസ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ട്രഷറർ എന്ന നിലയിൽ എൻ്റെ ആശ്വാസവും സമാധാനവും ഞാനോട് അറിയിക്കുന്നു. കേരള സ്റ്റേറ്റ് കൗൺസിലർ ഉള്ള പ്രിയപ്പെട്ടവരുടെ പേരിലും കുമനാട് സെൻറ്ററിൻ്റെ പേരിലും എൻ്റെ ആശ്വാസം അറിയിച്ചുകൊണ്ടിൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കും. താങ്ക് യു. തുടർന്ന് കർത്താവിന് വിലപ്പെട്ടദാസൻ CC എബ്രഹാം, അതിനുശേഷം ഒപ്പിയുടെ മുൻ പാസ്റ്ററായിരുന്ന കർത്തദാസൻ ബാബു സാമുവൽ, ഈ ദേവദാസന്മാർ സംസാരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്താവദാസൻ സാബുവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ മരണ വാർത്ത ഇവിടെ സംഭവിച്ചപ്പോൾ തന്നെ എൻ്റെ മൂത്ത മകൻ വിളിച്ചു പറഞ്ഞു, പ്രിയ സാബു ബ്രദർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ള വിഷയം. എൻ്റെ മൂത്ത മകൻ പ്രിയ സാബുവിനോട് ഒരുമിച്ച് OPA ചർച്ചിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും നല്ല സ്നേഹബന്ധം പുലർത്തി നല്ലൊരു കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുകയും ചെയ്യുവാൻ ഇടയായി. പ്രിയ സഹോദരൻ്റെ വേർപാടിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ ആ സമയം മുതൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരം ദൈവം നൽകി തന്നു. തൻ്റെ ആയുസ്സിൽ തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ വളരെ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കാൻ, യഥാർത്ഥ ദൈവവേദനായി ജീവിച്ച് പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഭാഗ്യം കൊടുത്തു. തനിക്ക് ദൈവം കൊടുത്ത നല്ല ആയുസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ആയുസ്സിൽ താൻ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുകയും അനേക ദൈവജനങ്ങൾക്ക്, ദൈവദാസന്മാർക്ക് അനുഗ്രഹം ആശ്വാസമായി തീരുവാൻ ഇടയാകുകയും ചെയ്തു. കുടുംബത്തെ ഓർത്ത് പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ വേർപാട് വളരെ വേദനാജനകമാണെങ്കിലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ പ്രത്യാശയാണ് നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത്. ആകയാൽ കർത്താവിലുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നേറാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. വിശുദ്ധന്മാരെ ചേർക്കുന്ന അനുഗ്രഹീതമായ ദിവസത്തിൽ പ്രിയപ്പെട്ട സാബു ബ്രദറിനെ തേജസ്സോടുകൂടെ നമുക്ക് വീണ്ടും കാണാം. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നേറാം. കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാവനപ്പെട്ടദാസൻ ബർഷിബു നെടുവേലൂർ, കേരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കുമ്പനാട് സെന്ററിന്റെ അസോസിയേറ്റ് പാസ്റ്ററുമായിരിക്കുന്ന ദേവദാസനെ സമയമെടുക്കും. കൗൺസിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട്
വേഗത്തിൽ പോകേണ്ടതാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏകദേശം 30 വർഷത്തെ ഏറെ അടുപ്പമുള്ള വൈകാരികമായ ബന്ധം പ്രിയദാനിച്ചാൽ ആ കുടുംബവുമായി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അന്യോന്യ പാസ്റ്റർ കുടുംബത്തിന് നേരിട്ടായി ദുഃഖത്തിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം പങ്കുചേരുന്നു. ഞങ്ങളുടെ പ്രത്യാശയും അനുശോചനവും ഇവിടെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഏത് സമയത്തും കൃപാസനത്തോടടുത്ത് വരുവാൻ അങ്ങയുടെ ഓമന കുമാരനെ കാൽവരിയിൽ തകർത്ത് ഞങ്ങൾക്കായി തുറന്നു തന്ന പുതിയ വഴിക്കായി സ്വർഗീയ പിതാവേ, ഞങ്ങൾ വേദനയുള്ള ഹൃദയത്തോടെ കൃപാസനത്തോടടുത്ത് വരും. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ ദുഃഖ ദിവസങ്ങൾ തരണം ചെയ്യുവാൻ ആവശ്യമായ വീരത്തിലെ ബലം ദാനിച്ചാനായി പ്രിയപ്പെട്ടവർക്കായി, കുഞ്ഞുങ്ങൾക്കായി, സഹോദരന്മാർക്കായി, സുഹൃത്തുക്കായി ദൈവവും കൂടുകയും കർത്താവ് തന്റെ വീരനാഥത്തോട് പ്രധാനത്തിന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൻ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പ്രിയ സാബുവിനെ തേജസ്സേറിയ ശോഭയേറിയ ശരത്തോട് കാണാം എന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും ഞങ്ങൾ വിടുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കും. വരുവാനുള്ളവരെ കൂട്ടിവരുത്തും. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. വിശ്വാസ
തുടർന്ന് ദൈവദാസന്മാർ സംസാരിക്കുന്നതായിട്ട് എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേക കാര്യം കൂടി ഓർപ്പിക്കുന്നു. പക്ഷെ റോയ് വാഗത്താനം തൻ്റെ കുടുംബം ലേക്ക് ലാൻഡ് APC ഫ്ലോറിഡ ആ ദേവദാസന്റെ കുടുംബത്തിൻ്റെയും അനുശോചനം ഇവിടെ കൃത്യമായിട്ട് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. തുടർന്ന് കഥാകൃദാസന്മാരായ ഷാജി ജോൺ OPയുടെ മുൻ പോസ്റ്റാണ്. അതുപോലെ ജോൺ കൊറിയസ് എലന്തോർ മുൻ OPയിലെ മെമ്പറാണ്. ഈ ദേവദാസന്മാർ 2 മിനിറ്റ് വീതം സമയമെടുക്കുന്നതായിരിക്കും. ജോൺ കൊറിയസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവഭക്തന്മാർ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന എന്റെ മനസ്സിലെ സഹോദരി കേടി കുടുംബം, എല്ലാവർക്കും എന്റെ സ്നേഹമെന്ന് അറിയിക്കും. ദുഃഖം തടഞ്ഞിട്ട് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്തു പറയണം എന്ന സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യന്റെയും വാക്കുകൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ പ്രിയ കേളിക്കോ കുഞ്ഞുങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ആശ്വാസമാകില്ല എന്നെനിക്കറിയാം. സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനത്തിന് മാത്രമേ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവൾ 2 മാസം മുൻപ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ആയിരങ്ങൾ കിടന്നു വന്ന് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ ആശ്വാസമൊന്നും എനിക്കൊരാശ്വാസമായി തീർന്നു. എന്നാൽ നീതിമാനായ ദൈവം കരുണയുടെ കരങ്ങൾ കൊണ്ട് എന്റെ കണ്ണുനീർ തുടച്ചപ്പോഴാണ് എനിക്കൊരാശ്വാസമുണ്ടായത്. ഈ സന്ദർഭത്തിൽ എന്റെ സഹോദരി കേളി, പ്രിയ കുഞ്ഞുങ്ങൾ മുതൽ നിങ്ങൾക്ക് എന്റെ വാക്കുകൾ ആശ്വാസമല്ല എന്നെനിക്കറിയാം. കഴിഞ്ഞ 33 വർഷങ്ങൾ മസ്കറ്റിൽ പാർത്ത കുടുംബമായി ആ ദൈവസഭയുടെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഈ കാലയളവിൽ എന്റെ പ്രിയ സഹോദരൻ സാബു എനിക്ക് ഒരു വലിയ കൈത്താങ്ങലായിരുന്നു. ആ ദൈവസഭയ്ക്ക് താനൊരു അനുഗ്രഹമായിരുന്നു. അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആ സഭയുടെ മുൻ ചുമതലകളിൽ താൻ ഏറ്റവും മുൻപന്തിയിൽ തന്നെയായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കട്ടെ. കഴിഞ്ഞ ദിവസം തന്റെ വേർപാട് കേട്ടപ്പോൾ എന്റെ ഹൃദയം ഒരു വിധത്തിൽ പറഞ്ഞാൽ വല്ലാതെ തേങ്ങി കരയുവാൻ കുടുംബത്തോട് എന്ത് പറയണം എന്നെനിക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. 2 ആഴ്ച മുമ്പേ ഞാൻ മസ്കറ്റിൽ ഉണ്ടായിരുന്നു. താൻ ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്ന ഓരോക്കെ ഞാൻ അറിഞ്ഞെങ്കിലും ആ സമയം താനും തന്റെ കുടുംബവും നാട്ടിലായിരുന്നു. നാട്ടിൽ വന്ന് കാണാമല്ലോ എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വാർത്ത എന്നെയും എന്റെ കുടുംബത്തെയും ഭാരപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഈ അവസരത്തിൽ മരണം എന്ന് പറയുന്ന വാക്ക് ആർക്കും സന്തോഷകരമല്ലെങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തട്ടെ, തൻ പ്രിയം വെച്ച കർത്താവിൽ ആണല്ലോ താൻ ചേർന്നത് ഓർക്കുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്. മരണം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പദം ഡെത്ത് എന്നാണല്ലോ. അതിന്റെ ആദ്യത്തെ അക്ഷരം D എന്നാണ്. താൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയി, ഡിപ്പാർച്ചർ, താൻ പുറപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2ാമത്തെ അക്ഷരം E എന്നാണ്. എറ്റേണൽ, നിത്യതയിലേക്കാണ് താൻ പോയിരിക്കുന്നത്. ആർക്കും സംശയം വേണ്ട. താൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയത് മറ്റെങ്ങോട്ടുമല്ല, എറ്റേണൽ, നിത്യതയിലേക്ക് തന്നെയാണ് താൻ കടന്നു പോയിരിക്കുന്നത്. എന്തിനാണ് താൻ കടന്നു പോയതെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ 3ാമത്തെ അക്ഷരം A എന്നാണ്.
അവാർഡിന് വേണ്ടി കടന്നുപോയിരിക്കുകയാണ്. ചുരുങ്ങിയ കാലമേ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുള്ളെങ്കിലും നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി അത്യുത്ഥാനം ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചേതനയേറ്റ് കിടക്കുന്നത്. താൻ അവാർഡിന് വേണ്ടിയാണ് കടന്നുപോയിരിക്കുന്നത്. ആർക്കും സംശയം വേണ്ട. ജി എന്ന പദം നമ്മൾ ചിന്തിക്കുമ്പോൾ ടൈം ഔട്ട്. നമ്മൾ വിചാരിക്കും സമയമായില്ലെന്ന്. നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയം. സമയം തീർന്നു, സമയം ഔട്ടായി. താങ്കളെ ദൈവം വിളിക്കുകയുണ്ടായി. എന്തിനാണ് ഇത്ര പെട്ടെന്ന് വിളിച്ചത് എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ ഒരൊറ്റ വാക്യം പറയാനുള്ളൂ. എന്റെ ഏറ്റവും ഒടുവിലത്തെ പദം ഏജ് ഹോണർ. ദൈവത്തിന് തന്നെ ആദരിക്കാനുണ്ട്. എന്റെ ഈ വാക്കുകൾ ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല, ആശ്വസിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനായിരുന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നാം അത് ഏറ്റുവാങ്ങി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ നാം പ്രാർത്ഥനയിൽ സഹായിക്കുമെങ്കിൽ ആ കുടുംബം ബലപ്പെട്ട് വരുന്ന ആളുകളിൽ ഇതിന്റെ പൂർവ്വതകളെ നികത്തി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തെ സഹായിക്കും. മാതാപിതാക്കളെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എന്റെ പ്രിയ സഹോദരി കേളി കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. എല്ലാവിധ ആശംസകളും അതെ ഞാൻ അറിയിച്ചുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ഈ പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അവർ ചില വാക്കുകൾ ഇപ്പോൾ പ്രസ്താവിക്കും. അനുഗ്രഹീതയെ ദൈവത്തിൻ്റെ കരുണയിലാണ് നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇനിയും ജീവിക്കേണ്ടതും അവിടുത്തെ വലിയ കരുണയിലാണ്. നമുക്ക് ഒത്തിരി കടപ്പാട് ദൈവമുമ്പാകുന്നുണ്ട്. ആ കടപ്പാട് നാം നിർവഹിക്കേണ്ടവരാണ്. എൻ്റെ കുടുംബത്തിൽ പെട്ട സാറിൻ്റെ നിര്യാണം വേർപാട് ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി ഒത്തിരി നഷ്ടമാണ്. ചെറുപ്പക്കാരൻ സാറിനടുത്ത് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ലഭിക്കുന്ന അവസരങ്ങൾ സന്തോഷം സ്ഫുരിക്കുന്ന ആ മുഖം ഓർത്തുപോവുകയാണ്. ദുഃഖത്തിൻ്റെ ഈ നല്ല അവസരത്തിൽ എങ്ങനെ എത്ര എന്ത് വാക്ക് പറഞ്ഞാലും ആരെയും ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. കർത്താവ് മാത്രമേ ഇവർക്ക് അഭയമായിട്ടുള്ളൂ. ഞാൻ ഒരു വേദഭാഗം എടുത്തപ്പോൾ പരിശുദ്ധനായ ശ്രീക 3-ാം അധ്യായത്തിലെ അതിൻ്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും ഞാൻ എടുത്തു. അതിൻ്റെ അകത്ത് സാബുവിനെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി പ്രത്യാശയുണ്ട് എന്നുള്ളതാണ്. ദൈവവചനം നമ്മെ വെളിപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. അത് നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ഈ കർത്തൃദാസൻ്റെ ജീവൻ ദൈവത്തിലാണിപ്പോൾ, കർത്താവിനോടൊപ്പമാണ്. അതുകൊണ്ട് ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇത് വലിയ അവിടെയുള്ളവരെല്ലാം ക്രിസ്ത്യാനികളാണ്. അപ്പോൾ മൃതശരീരം വച്ചിട്ട് അവിടെ ചുംബനമില്ല. അവിടെ ദേവാലയത്തിൽ വന്ന എല്ലാവർക്കും ക്ഷയിക്കാനാണ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ. എന്നാൽ അവിടെ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ നടന്ന സംഭവം എപ്പോഴും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ വല്യപ്പച്ചൻ ആ പെട്ടിയിൽ നിന്നും ആ വലത്തെ കൈ എടുത്തിട്ട് പുറത്തേക്കെടുത്തിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. എന്നിട്ട് ആ വല്യപ്പച്ചൻ പൊട്ടിക്കരഞ്ഞു. വലിയൊരു സംഭവം. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി. നിന്നെ ഞാൻ ഇനിയും അവിടെ വെച്ച് കാണാം. ഈ വലിയ പ്രത്യാശയും ഒരുക്കവുമാണ് അവിടെ കണ്ടത്. കൊലോസ്യർക്കെഴുതിയ ഈ വചനം വായിച്ചപ്പോൾ തേജസ്സിൽ പ്രിയങ്കരനായ ഈ സാബുവിനെ നമുക്ക് കാണാം.
കുടുംബത്തിന് വലിയ നഷ്ടമാണ്, സ്നേഹിക്കപ്പെട്ടവർക്കൊക്കെ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയങ്കരനായ ഞങ്ങളുടെ സഹോദര സന്തോഷത്തോടെ യാത്രയായാലും കുടുംബത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ദുഃഖാർത്ഥരായ ഭവനക്കാരെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങൾക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായ അനുശോചനയും ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ പക്ഷേ ജോൺ സാമുവേൽ ഫ്ലോറിഡ, പക്ഷേ വർഗീസ് മത്തായി, മേജർ വി എ ലോഗ്, ഈ ദൈവദാസന്മാർ തുടർന്ന് സമയമെടുക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ എനിക്കും പങ്കുചേരുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘനാളുകളത്തെ പരിചയം ഈ വാത്സല്യ കുടുംബവുമായിട്ട് എനിക്കില്ല. എന്നാൽ അടുത്ത സമയത്താണ്, ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രിയ പിതാവ് താമസിക്കുന്ന ഭവനത്തിൽ വാത്സല്യ അനിയൻ കുഞ്ഞ് തന്നയച്ചതായ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുവാനായി ഞാൻ കടന്നു വന്നത്. അങ്ങനെ വാത്സല്യ പിതാവിനെ കാണുവാൻ വളരെ നേരം ആ ഭവനത്തിൽ സമയം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയിലെ ഒരു പഴയ കുടുംബവും ദൈവസഭയ്ക്ക് വേണ്ടി ധാരാളമായ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ വരുവാൻ കാരണം, ഞാൻ പ്രിയ അനികുഞ്ഞിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, 1-2 സന്ദർഭം അമേരിക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നാൽ നോർത്ത് അമേരിക്കൻ സൗത്ത് ഈസ്റ്റ് റീജിയൻ്റെ സെക്രട്ടറിയായി ഞാൻ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് ജോയിൻറ്റ് സെക്രട്ടറിയായി ദേവദാസൻ എന്നോടുകൂടെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അന്നാണ് ഞങ്ങൾ തമ്മിലുള്ളതായ സ്നേഹബന്ധം കൂടുതലായി ഉണ്ടാകുവാനിടയായി തീർന്നത്. വളരെ ഒത്തൊരുമിച്ച് കർത്താവിന് വേണ്ടി ആ റീജിയനിൽ പ്രവർത്തിക്കുവാനും ഒക്കെ എനിക്ക് അവസരം ദൈവം നൽകിയിട്ടുണ്ട്. സ്തോത്രം. പിന്നെ വേറൊരു രാജ്യത്ത് ഞാൻ അമേരിക്കയിൽ നിന്ന് പോയിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി മാത്രം ചെന്നതായ സമയത്ത് ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പ്രിയ തങ്കച്ചൻ ഇന്നാരാണ് ഞാനെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ കടന്നു വന്ന് വളരെ വാത്സല്യമായി ഒരു സ്വന്തം സഹോദരനെ പോലെ സ്നേഹമായിട്ട് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പത്രത്തിൽ കൂടെയോ മറ്റോ ഞാൻ ഈ വാത്സല്യ സ്നേഹിതൻ്റെ വേർപാടറിയുവാനിടയായി തീർന്നത്. അനേക സന്ദർഭങ്ങൾ ഞാൻ OP-യിലുള്ളതായ സഭയിൽ ദൈവവചനം സൂക്ഷിച്ചിട്ടുണ്ട്. അനേക യാത്രകളിൽ അപ്പോഴൊക്കെ കടന്നു വരികയും വളരെ സ്നേഹമായിട്ട് എന്നോട് ഇടപെട്ടതായ സംഗതികളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ വാത്സല്യ സഹോദരന് ആ സ്ഥലത്ത് വെച്ചുള്ളതായി ഞാൻ അവിടെ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ വളരെ സ്നേഹം. അവിടുത്തെ പാസ്റ്റർ ഇവിടെയുണ്ട്. എന്നാൽ ഈ ദുഃഖ സമയത്ത് എന്താണ് പറയുന്നത് എനിക്കറിയുവാൻ കഴിയുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാനും ഈ നിരയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്, നമ്മളെല്ലാവരും. എന്നാൽ മെതോഡിസ്റ്റ് സഭയുടെ ഒരു വാക്ക് മാത്രം ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ, നിങ്ങളുടെ പ്രത്യാശയൊന്ന് പുതുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെതോഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലി തൻ്റെ സഭയിൽ ആരാധനയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ച് ആ ആരാധന കഴിഞ്ഞപ്പോൾ ആ സഭയിലുള്ളതായ ഒരു സഹോദരി കടന്നു വന്ന് ആ ദൈവദാസനോട് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്ററേ, ഇന്ന് കൃത്യം രാത്രി 12 മണിക്ക് നിങ്ങൾ മരിക്കും എന്നുള്ളതായ നിശ്ചയം നിങ്ങൾക്ക് ലഭിച്ചാൽ ഇപ്പോൾ മുതൽ ആ രാത്രി 12 മണി വരെയുള്ളതായ സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കും? വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ ദൈവദാസൻ ജോൺ വെസ്ലി ആ സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സഹോദരി, ഞാൻ ഈ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ലഞ്ചുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്പസമയം വിശ്രമിക്കും. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുവാനായി സമയമെടുക്കും. കാരണം ഈ പട്ടണത്തുള്ളതായ ഒരു വലിയ ഉണർവ് യോഗം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് രാത്രിയിൽ ഞാനാണ് ദൈവവചനം സംസാരിക്കേണ്ടത്. അങ്ങനെ ആ യോഗത്തിൽ കടന്നു പോകും. മടങ്ങി വന്ന് ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപായി രാത്രിയിൽ അനേക മണിക്കൂറുകൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്.
ഞാൻ പ്രാർത്ഥിക്കുവാനായി എൻ്റെ മുറിയിൽ ഞാൻ ദൈവസന്നിധിയിലിരിക്കും. നീ പറഞ്ഞതുപോലെ രാത്രിയിൽ കൃത്യം 12 മണിക്ക് ഞാൻ മരിച്ചാൽ മഹത്വത്തിൽ ഉണർന്നെഴുന്നേറ്റ് എൻ്റെ യേശുവിൻ്റെ പൊന്മുഖം കാണുമെന്ന് പറഞ്ഞു. ഈ പ്രത്യാശ മാത്രമാണ് ഇന്ന് ഈ പകൽക്കാലം ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയുടെ ദിവസത്തിൽ അനേക ലക്ഷം കോടാനുകോടി വിശുദ്ധന്മാർ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളെ കടന്നു വരുമ്പോൾ വാത്സല്യ സഹോദരനെയും അവിടെ കാണാം, നിത്യമായി വസിക്കാമെന്നുള്ളതായ വലിയ പ്രത്യാശയോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിക്കട്ടെ. ജീസസ് ആൻഡ് ഫ്രണ്ട്സ് ഇൻ്റർനാഷണലിൻ്റെ വിവിധ രാജ്യങ്ങളുള്ളതായ സ്റ്റാഫുണ്ട്, അനേക വർക്കേഴ്സുണ്ട്. അവിടെയൊക്കെയും കണ്ടോളൻസ് ഞാൻ ഹൃദയത്തിൽ നിന്ന് അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വാത്സല്യ സഹോദരൻ സാബുവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പിതാവ് ദാനിയൽ ചാൻ, സാബുവിൻ്റെ സഹധർമ്മിണി കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ആദ്യമായി അറിയിക്കുന്നു. 49 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനും ദൈവകൃപയിലായി തീരുവാനും ദൈവം ഭാഗ്യം കൊടുത്തു. അതിനുശേഷം ബോംബെയിലായിരുന്നപ്പോൾ അവിടെയും വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. തുടർന്ന് മസ്കറ്റിലേക്ക് ഉപജീവനാർത്ഥം കടന്നുപോയി. കുടുംബമായി അവിടെ പാർക്കുമ്പോഴും ഒരു സാവറേജ് വിശ്വാസിയെ പോലെ സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലുപരിയായി ആ സഭയുടെ ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, പ്രയർ സെല്ലിൻ്റെ ലീഡർ എന്നീ നിലകളിൽ സജീവമായ ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ ദൈവം അവസരം കൊടുത്തു. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് ദൈവം തന്നെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ദൈവത്തിന് ഏറ്റവും വിലയേറിയ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രിയ സഹോദരൻ സാബുവിൻ്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. ഒരിക്കൽ സുവിശേഷത്തിൻ്റെ വിത്ത് ഹൃദയത്തിൽ നട്ട് ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടത് വളർന്ന് പന്തലിച്ച് ഫലം കായ്ച്ച് ദൈവത്തിന് വേണ്ടി ഫലകരമായി നിന്ന ഒരു വൃക്ഷത്തെ, ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തു. വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്, വളരെ വേദന നമുക്ക് തരുന്നതാണ്. പ്രിയ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും പിതാവിനും കുടുംബാംഗങ്ങൾക്കും ആഴമായ വേദനയും മുറിവും ഹൃദയത്തിലുണ്ടെന്നറിയാം. എന്നാൽ പ്രിയ ജോണിച്ചാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനത്താൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ദിവ്യമായ സമാധാനവും മാത്രമേ യഥാർത്ഥമായ ഒരാശ്വാസം ഹൃദയത്തിന് നൽകുകയുള്ളൂ. ആ ദിവ്യ സമാധാനത്താൽ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 30 വർഷമായിട്ട് പ്രിയ ദാനിൽച്ചാനെ എനിക്കറിയാം. ഞങ്ങൾക്കൊരുമിച്ച് IPCയുടെ സ്റ്റേറ്റ് കൗൺസിലിൽ പ്രവർത്തിപ്പാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. അന്ന് മുതൽ ആ സ്നേഹബന്ധം അതുപോലെ നിലനിൽക്കുന്നു. PYPയിൽ ഞാൻ സജീവമായി പ്രവർത്തിക്കുന്ന കാലത്ത് പ്രിയ സാബു, ഞാൻ സ്റ്റേറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ PYPയുടെ കുമ്പനാട് സെൻറ്ററിൻ്റെ സെക്രട്ടറിയാണ്. വളരെ അടുത്ത് പ്രവർത്തിപ്പാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പാസ്റ്റർ അനിയൻ കുഞ്ഞ് വള്ളംകുളം വളരെ വർഷങ്ങളായി ഞങ്ങളെ അടുത്ത സ്നേഹിതന്മാരാണ്. അതുപോലെ സാബുവിൻ്റെ മറ്റു സഹോദരങ്ങളുമായിട്ടും ആ സ്നേഹബന്ധം പുലർത്തുവാനും നിലനിർത്തുവാനും കർത്താവ് അവസരം തന്നിട്ടുണ്ട്. വളരെ ആത്മബന്ധമുള്ള, വളരെ സ്നേഹബന്ധവും അടുപ്പവുമുള്ളതായ ഈ കുടുംബത്തിൽ വാത്സല്യ സഹോദരൻ്റെ വേർപാട് മൂലം ഉണ്ടായിരിക്കുന്ന ഈ ദുഃഖം കുടുംബമായി ഞങ്ങൾക്കുമുള്ള ദുഃഖമാണ്. ദുഃഖം പങ്കുവയ്ക്കുന്നു. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ മൺമയമായ ശരീരത്തിലല്ല, തേജസ്സിന്റെ ശരീരത്തിൽ, ഈ മർത്യമായ ശരീരത്തിലല്ല, ഒരിക്കലും മരണത്താൽ വേർപിരിയാത്ത ആ ജീവനുള്ള ശരീരത്തിൽ, അമർത്യമായ ശരീരത്തിൽ അമർത്യതയെ പ്രാപിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ആ കർത്താവിൻ്റെ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഡാനിൽ ചാനെയും
ഗേളി സിസ്റ്ററിനെയും മക്കളെയും 3 പേരെയും അവരുടെ കൂടെ ചേർന്ന് ഈ സഭയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് ഈ ദുഃഖത്തിൽ പങ്കെടുക്കുവാൻ അടിയനും എൻ്റെ വൈഫ് മേഴ്സിക്കും ഇങ്ങനത്തെ ഒരു സന്ദർഭം നൽകി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ സാബു ബ്രദറിൻ്റെ സാക്ഷ്യം ഒക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. എത്രയോ നല്ല ഒരു സാക്ഷ്യം വഹിച്ച ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. അങ്ങനെ നല്ലൊരു മാതൃകയായി മക്കൾക്കൊരു നല്ലൊരു ഒരു എക്സാമ്പിളായിട്ട് പ്രിയ സാബു ബ്രദർ ജീവിച്ചു. അതിലെല്ലാത്തിലും നമുക്ക് വളരെ സങ്കടമുണ്ട്. എന്നാലും സന്തോഷിക്കേണ്ട ഒരു കാര്യം മാത്രം ഇതാണ്, വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം നമ്മളെല്ലാവരും അവിടെ ചേർക്കപ്പെടുമ്പോൾ പ്രിയ സാബുവിനെ അവിടെ കാണാം എന്ന ഒരു വലിയൊരു ഉറപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ താൽക്കാലിക ജീവിതം നമ്മുടെ എല്ലാവരുടെയും ആണെന്ന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇങ്ങനത്തെ ഒരു സന്ദർഭം ഒരു വിളിച്ച് പറയുന്നൊരു കാര്യമാണ്. എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് ഭയത്തോടും നെടുക്കത്തോടും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതം പുല്ലുപോലെയുള്ളൊരു ജീവിതമാണ്. കുറച്ച് നേരത്തേക്ക് ഒരു പൂ പോലെ നല്ല ശോഭിക്കുന്നൊരു സമയം കാണും, പക്ഷേ നിത്യതയിൽ ചേർക്കപ്പെടുന്ന ഒരു സമയം പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട്. അതിനുവേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുവാനുള്ളൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ ദിവസത്തിൽ ഈ സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കെ ഇ എബ്രഹാം ഫൗണ്ടേഷൻ്റെ പേരിലും അതുപോലെ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറിയിലായിരിക്കുന്ന എല്ലാ സ്റ്റാഫ് അംഗങ്ങളിലും എല്ലാ പ്രിയപ്പെട്ടവരുടെ അവരുടെ വകയും ആയിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ദുഃഖവും അറിയിക്കുന്നു. പാസ്റ്റർ കെ ജെ ഫിലിപ്പ് സാറ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു അധ്യാപകനും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷയൊക്കെ നടക്കുന്നു. ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രിയ ഡാഡിക്ക് വരണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. എന്നാലും ക്ഷീണവും ബലഹീനതയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ ഒക്കാത്തൊരു അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടൊരു സ്നേഹവും ദുഃഖവും ഈ കുടുംബത്തിലോട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ എന്നോട് പ്രത്യേകം അറിയിച്ചു. അതുപോലെ പാസ്റ്റർ ഡോക്ടർ വാത്സൻ എബ്രഹാമിൻ്റെയും ദുഃഖവും ഇവിടെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സമാധാനപ്പെടുത്തട്ടെ. ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. വീണ്ടും ചില പ്രിയപ്പെട്ടവരുടെ കണ്ടോളൻസ് ഇവിടെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പക്ഷേ ജോർജ് വറീസ് മേക്കാട്ട് IPC അഗസ്റ്റ ജോർജിയ ആ ദേവദാസിൻ്റെയും കുടുംബത്തിലെ സഭയുടെയും അനുശോചനം അറിയിക്കുന്നു. പക്ഷേ അലക്സാണ്ടർ ജോർജ് എബനസർ IPC ഡിമാപൂർ ദേവദാസിൻ്റെയും കുടുംബത്തിൻ്റെയും സഭയുടെയും അനുശോചനം അറിയിക്കുന്നു. പക്ഷേ VT തോമസ് ഇമ്മാനുവൽ ബിലീവേഴ്സ് അസംബ്ലി ന്യൂഡൽഹി ദേവദാസിൻ്റെയും കുടുംബത്തിൻ്റെയും സഭയുടെയും അനുശോചനം അറിയിക്കുന്നു. പക്ഷേ സജി വറീസ് ആൻഡ് ഫാമിലി കാലിഫോർണിയ ആ ദേവദാസിൻ്റെയും കുടുംബത്തിൻ്റെയും സഭയുടെയും അനുശോചനം അറിയിക്കുന്നു. TK ജോർജ് കുട്ടി ഡാളസ് USA ദേവദാസിൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വേങ്ങൽ IPC എബനേസർ ചർച്ചംഗങ്ങളായ OPS സെക്രട്ടറി MG വറീസ് സഹോദരങ്ങളായ MG മാത്തുണ്ണി, സാം ജോർജ്, സൈമൺ TC എന്നിവരുടെ അനുശോചനങ്ങൾ OP അംഗങ്ങളായി പ്രിയപ്പെട്ടവർ ഇവിടെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ പിന്നെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങൾ കൂടെ ആയിരിക്കാം. വളരെ ചുരുക്കമായ നിമിഷങ്ങൾ മാത്രമേ എടുക്കാവുന്ന പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ബ്രദർ PV മത്തായി, അതിനുശേഷം ഷാജി ജോൺ, പ്രിയ സാബുറതൻ്റെ സഹോദരി റോസമ്മയുടെ ഹസ്ബൻഡ് തങ്കച്ചൻ ബ്രദറിൻ്റെയാണ് ആ ദേവദാസൻ സംസാരിക്കും. കുമരനാട് ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന എബ്രഹാം സാമുവേൽ തുടർന്ന് സംസാരിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ.
ഇവിടെ ഇരിക്കുന്ന ഒരുത്തർക്കും തന്നെ എന്നെ അറിയാൻ പാടില്ലായിരിക്കും. ഞാൻ ഈ ദേശവാസിയല്ല. ചിങ്ങവനത്താണ് എൻ്റെ സ്വദേശം. ഞാൻ ചിങ്ങവനത്തുള്ള ബ്രദറൻ സഭയിലെ മൂപ്പന്മാരിൽ ഒരാളാണ്. എൻ്റെ പേര് PV മത്തായി. ഞാനിവിടെ വരാൻ കാരണമായി തീർന്നത് പ്രിയപ്പെട്ട സാബുവിനോടുകൂടി അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവീൺ B മത്തായിയുടെ ഫാദറാണ് ഞാൻ. അവൻ എന്നെ പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു അവിടെ ചെന്ന് ഒരു 2 വാക്ക് അനുസ്മരണമായി പറഞ്ഞിട്ടേ പോരാവൂ എന്ന്. ഞാനതനുസരിച്ചാണ് ഞാനും ഭാര്യയും ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ അവൻ്റെ ഭാര്യയുടെ മാതാവും പിതാവും ഇവിടെ വന്നിട്ടുണ്ട്. അവരും ഇവിടെ തന്നെ ഉണ്ട്. കർത്താവ് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. 46-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും നാം ഭയപ്പെടുകയില്ല. ദൈവം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, കാത്തിരുന്നു. എന്നാൽ കാത്തിരുന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് ഹൃദയഭേദകമായ ഈ വാർത്തയായിരുന്നു. ദൈവം ആ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ഇയ്യോബിൻ്റെ അനുഭവത്തിൽ ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം പറിച്ചെടുക്കുന്നു, തടുപ്പാൻ ആർക്ക് കഴിയും? നീ എന്ത് ചെയ്യുന്നെന്ന് അവനോട് ചോദിപ്പാൻ ആർക്ക് കഴിയും? ആ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവുമുണ്ട്, ആർക്കും കഴിയുകയില്ല. പ്രിയ സഹോദരിയും കുഞ്ഞുങ്ങളും, അവർക്കുണ്ടായിരിക്കുന്ന ഈ ദുഃഖത്തിൽ അതിന് പകരം നിൽക്കുവാൻ ആരുമില്ല, അതിന് എന്തെങ്കിലും പരിഹാരം പറയുവാനായിട്ട് ആരുമില്ല. സർവശക്തനായ ദൈവം അവർക്ക് ആശ്വാസം പകരട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ അന്ന് കർത്താവിനെ എതിരേൽപ്പാനുള്ള കൂട്ടത്തിൽ പ്രിയപ്പെട്ട സാബുവും കാണും. പ്രിയ സാബു, സമാധാനത്തോടെ പോക, ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ വരുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ യജമാനൻ്റെ ഉദ്യാനത്തിൽ വളർന്നുകൊണ്ടിരുന്ന ഏറ്റവും മനോഹരമായ പുഷ്പമായിരുന്നു ബ്രദർ സാബു. ആ മനോഹരമായ പുഷ്പത്തെ കഴിഞ്ഞ ദിവസം വലിയവനായ ദൈവം ഇറുത്തെടുത്ത് സ്വർഗീയ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ആ ഭവനത്തിന് അലങ്കാരമായി മാറ്റിയിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ പിതാവ് ദാനിയേലപ്പച്ചൻ്റെ മകൾ റോസമ്മയാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എബ്രഹാം ജോൺ വിവാഹം ചെയ്തിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായി സഹോദരരുമായി ഒരുമിച്ച് സഹകരിപ്പാനും ആത്മീയമായി മുമ്പോട്ട് പോകുവാനും കർത്താവ് നൽകിയിട്ടുള്ള എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ സ്നേഹിക്കുവാൻ മാത്രം അറിയാവുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രിയ സാവു ബ്രദറിൻ്റെ വേർപാട് മാനുഷികമായ നിലയിൽ നമുക്കേവർക്കും ദുഃഖമുള്ളതാണ്. എങ്കിലും സർവകൃപാലുവായ ദൈവത്തിൻ്റെ ആശ്വാസത്താൽ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ആശ്വാസം നൽകട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയെ ഓർത്ത് ഇത്തരണത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരും. ഏറ്റവും വിലപ്പെട്ടതായ ഒരു ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കർത്താവിന്നും പകലിൽ നമ്മെ ഏവരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ കാരണം തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവം നൽകിയതായ മനുഷ്യായുസ്സിൽ വളരെ ഭക്തിയോടെ ജീവിച്ച് ജീവിതത്തിൻ്റെ നാളുകളിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ശക്തമായി തികച്ചെടുക്കുവാൻ